Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ ആനിം ലെയർ ക്ലീനർ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D പ്രൊജക്റ്റുകൾ എറർ ഫ്രീ ആയി റൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. 3D പ്രൊജക്റ്റുകളിൽ ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്ന് 3D മോഡൽസിനെ ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് മെർജ് ചെയ്യുന്ന മോഡലുകളിൽ ആനിമേഷൻസ് ഇല്ലെങ്കിൽ പോലും ആനിമേഷൻ ലെയേഴ്സ് ക്രിയേറ്റ് ആകുന്നതാണ്. ഓരോ 3D മോഡൽസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സ്കെയിൽ തുടങ്ങിയ അടങ്ങുന്ന ഒരു ഡാറ്റ ഇമ്പോർട്ട് ആവുകയും ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ഡാറ്റകൾ ആ മോഡലിൻ്റെ പൊസിഷൻ, അതിൻ്റെ സ്കെയിൽ തുടങ്ങിയ കറക്റ്റായി നമ്മുടെ സീനുകളിലേക്ക് ലഭിക്കുന്നതിനായി യൂസ് ചെയ്യുന്നതാണ്. ചില മോഡൽസുകളിൽ ഇതുപോലത്തെ ഡാറ്റകൾ അതൊരു ആനിമേഷൻ ലെയേഴ്സായി 3D സ്പാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ആ മോഡൽസ് ഇമ്പോർട്ട് ചെയ്യുന്നതിലൂടെ അൺവാണ്ടഡ് ആനിമേഷൻ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുമാണ്. ഒരു എററോ ഒരു നോട്ടിഫിക്കേഷനോ കൂടാതെയാണ് ആനിമേഷൻ ലെയേഴ്സ് നമ്മുടെ സീനുകളിൽ സ്റ്റോർ ആകുന്നത്. ഓരോ 3D മോഡൽസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഇതുപോലുള്ള ആനിമേഷൻ ലെയേഴ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ആവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ 3D സീൻ മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറുന്നതാണ്. ഇതുപോലുള്ള ആനിമേഷൻ ലെയേഴ്സിനെ നമ്മുടെ സീനുകളിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനും നമുക്ക് ഈ ഒരു ആനിം ലെയർ ക്ലീനർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. 3D സ്കെയിലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത 2 മോഡൽസ് ആണ് ഇവിടെ കാണുന്നത്. ഈ മോഡൽസിനെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആനിമേഷൻ ലെയർ ക്ലീനർ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു മോഡൽസിനെ 3D സ്പാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ ഒരു മോഡൽസ് ഇതിൽ ഇവിടെ മെർജ് ആയിരിക്കുകയാണ്. ഈ ഒരു മോഡലിന്റെ ടെക്സ്ചർ ഇതിൽ മിസ്സായിട്ടാണ് നമുക്കിതിൽ ഇമ്പോർട്ട് ആയിരിക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റേഴ്സിനെ റീലിങ്ക് ചെയ്യുന്നതിനായി ഷിഫ്റ്റ് T പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു അസറ്റ് ട്രാക്കിംഗ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു മിസ്സിംഗ് ഫയൽസ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഫയൽസിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് സെറ്റ് പാത്ത് എന്ന ഓപ്ഷനിൽ ആ മോഡലിന്റെ ടെക്സ്ചർ ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റേഴ്സ് എല്ലാം ഇതിൽ റീലിങ്ക് ആയിരിക്കുകയാണ്. ഒരു എററും കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ഈ ഒരു സീനിൽ കാണാവുന്നതാണ്. ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആനിമൽ ലെയർ ക്ലീനർ നമുക്ക് ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം. ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ചെക്ക് ആനിമേഷൻ ലെയേഴ്സ്, ക്ലീൻ ആനിമേഷൻ ലെയേഴ്സ്, ഇങ്ങനെ 2 ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഈ മോഡലിലൂടെ ആനിമേഷൻ ലെയേഴ്സ് ഇമ്പോർട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായി ചെക്ക് ആനിമേഷൻ ലെയേഴ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഇൻക്ലൂഡ് ആയ ആനിമേഷൻ ലെയേഴ്സിന്റെ നമ്പർ ഇവിടെ കാണാവുന്നതാണ്. 12,694 ആനിമേഷൻ ലെയേഴ്സ് ഈ ഒരു മോഡലിലൂടെ നമ്മുടെ 3D സ്പാക്സ് സീനിൽ ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഇതുപോലെ ഓരോ മോഡൽസ് ആഡ് ചെയ്യുമ്പോഴും ആ മോഡൽസിൽ അടങ്ങിയിട്ടുള്ള ആനിമേഷൻ ലെയേഴ്സ് അതിനനുസരിച്ച് നമ്മുടെ സീനിലേക്ക് ഇമ്പോർട്ട് ആവുകയാണ്. ഈ ആനിമേഷൻ ലെയേഴ്സിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു എറർ വിൻഡോയോ ഒരു നോട്ടിഫിക്കേഷനോ നമുക്കിവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇതുപോലെ നമ്മുടെ സീനുകളിലേക്ക് ഓരോ മോഡൽസിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അതിലൂടെ ഒരുപാട് ആനിമേഷൻ ലെയേഴ്സ് ആഡ് ആവുകയും നമ്മുടെ സീൻ മാനേജ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നതാണ്. അടുത്ത ഇതേ സീനിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു മോഡലും കൂടി ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഫയലിൽ ഇമ്പോർട്ടിൽ മെർജ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സോഫ മോഡലാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഓപ്പൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സീനിലേക്ക് ഈ ഒരു ഫയൽസിനെ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് മെർജ് ചെയ്യാം. നമ്മുടെ സീനിലേക്ക് ഈ മോഡൽസ് ഇവിടെ മെർജ് ആയിരിക്കുകയാണ്. ഞാനിവിടെ ഇതിനെ മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇനി ഒരു ചെക്ക് ആനിമേഷൻ ലെയേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാം. നമ്മുടെ ഈ ഒരു ആനിമേഷൻ ലെയേഴ്സിന്റെ കൗണ്ട് ഇവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു മോഡൽ മെർജ് ചെയ്യുന്നതിലൂടെ ആവശ്യമില്ലാത്ത എറർ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ലെയേഴ്സ് ഇതിൽ ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഈ ഒരു സീനിൽ നിന്ന് ഈ മോഡൽസിനെ ഡിലീറ്റ് ചെയ്താൽ പോലും ഈ ഒരു ആനിമേഷൻ ലെയേഴ്സ് ഈ ഒരു സീനിൽ സ്റ്റോർ ആയിരിക്കുന്നതാണ്. കുറച്ച് ആനിമേഷൻ ലെയേഴ്സ് ആണ് നമ്മുടെ സീനിലേക്ക് വരുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില സീൻസ് വർക്ക് ചെയ്യുമ്പോൾ ആ സീനിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് ധാരാളം മോഡൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന ഓരോ മോഡൽസിലും ഒരുപാട് ആനിമേഷൻ ലെയേഴ്സ് അതിലൂടെ ഇമ്പോർട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ സീൻ, അതിന്റെ സൈസ്, അതിന്റെ ലോഡ്, കൂടാതെ റെൻഡർ ചെയ്യുമ്പോൾ വരെ അതിന്റെ റെൻഡർ ടൈം തുടങ്ങിയ ഇൻക്രീസ് ആവുകയും ആ സീൻ മാനേജ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്
ഒരുപാട് പേർ ഫേസ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു ആനിമേഷൻ ലെയേഴ്സിനെ ക്ലീൻ ചെയ്യാതെ ഈ ഒരു ഫയലിനെ സേവ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഫയൽ സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോൾഡറിൽ ഇവിടെ സേവ് ചെയ്യുകയാണ്. ഞാനിവിടെ ഫയൽ _01 എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതിനെ സേവ് ചെയ്യാം. നമ്മുടെ സേവിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ക്ലീൻ ആനിമേഷൻ ലെയേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആനിമേഷൻ ലെയേഴ്സിനെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ആനിമേഷൻ ലെയേഴ്സ് ഈ ഒരു ക്ലീൻ ആനിമേഷൻ ലെയേഴ്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിലുണ്ടായിരുന്ന എല്ലാ ആനിമേഷൻ ലെയേഴ്സും ഇവിടെ ഡിലേറ്റഡ് ആയി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു ഫയലിനെ നമുക്ക് ഒന്നുകൂടെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഫയൽ നെയിം ഫയൽ _02 എന്ന പേരിൽ ഞാൻ ഇവിടെ സേവ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ഫയൽ ഇവിടെ സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി സേവ് ചെയ്ത ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഫയലിൻ്റെ സൈസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽസ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഫയൽ _01 എന്ന ഈ ഒരു ഫയൽ ആനിമേഷൻ ലെയേഴ്സോട് കൂടി നമ്മൾ സേവ് ചെയ്തതാണ്. ഇതിൻ്റെ ഫയൽ സൈസ് നമുക്കിവിടെ പ്രോപ്പർട്ടീസിൽ നിന്ന് ചെക്ക് ചെയ്യാം. 202 MB ആണ് ഫയൽ സൈസ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത ഫയൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫയൽ സൈസ് ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ഫയലിന്റെ സൈസ് 183 MB ആണ്. വെറും 2 മോഡലുകൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഫയൽ സൈസിൽ ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഒരു വലിയ സീനിൽ ആനിമേഷൻ ലെയേഴ്സോട് കൂടിയ മോഡൽസ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് വലിയ സൈസിലേക്ക് ആ ഒരു ഫയൽ സൈസ് ആവശ്യമില്ലാതെ തന്നെ ക്രിയേറ്റ് ആവുന്നതാണ്. കൂടാതെ അതിലൂടെ ക്രിയേറ്റ് ആവുന്ന പ്രോബ്ലംസ് ആ സീനിലേക്ക് ഒരു മോഡൽ മെർജ് ചെയ്യാനോ ആ ഫയൽ സേവ് ചെയ്യാനോ റെൻഡർ ചെയ്യുന്നതോ ഇതിനെല്ലാം ഒരുപാട് ഡിലേ അതിലൂടെ ക്രിയേറ്റ് ആവുന്നതാണ്. ഈ ഒരു ആനിമേഷൻ ലെയർ ക്ലീനർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ സീനുകളിൽ എറർ ഫ്രീ ആയി പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ HMediaയുടെ വാട്സ്ആപ്പ് ചാനലിലും ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്നും ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് സീനുകൾ എറർ ഫ്രീ ആയി യൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുള്ള HMedia വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്ത് HMedia ക്രിയേറ്റീവ് ജേർണിയുടെ ഭാഗമാകാവുന്നതാണ്. ഇനിയൊരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. സ്ക്രിപ്റ്റിംഗ് എന്ന മെനുവിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു ബട്ടനായി ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ടൂൾ ബാർസ് എന്ന ഈ ഒരു ടാബ് സെലക്ട് ചെയ്ത് ഇതിൽ കാറ്റഗറി മാർക്കുലി എന്ന ഈ ഒരു കാറ്റഗറി ഇതിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ആക്ഷൻസിൽ ആനിമേഷൻ ലെയർ ക്ലീനർ കാണാവുന്നതാണ്. ഇനി ഒരു ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സീനുകളിലേക്ക് ആനിമേഷൻ ലെയർ ക്ലീനറിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.